ഇതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇത് വളരെ അപൂർവമാണ് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളത്. എന്താ അങ്ങനെ ഒരു ഈ പ്രായത്തിൽ അങ്ങനെ ഞാൻ രാഷ്ട്രീയക്കാരനാകാൻ തീരുമാനിക്കുന്നത്? രാഷ്ട്രീയക്കാരനാകാൻ തീരുമാനിച്ചൊന്നല്ല ഞാൻ ജനിച്ചു വളർന്ന് നടന്ന വഴികളാണ് കോഴിക്കോട് മുഴുവൻ. ഓരോരുത്തരും ഓരോ വഴികളും കടപ്പുറവും കാര്യങ്ങളും ഒക്കെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പരിചിതമായ സ്ഥലമാണ്. ഞാനീ നഗരം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കോളേജ് പഠിക്കുന്ന കാലത്താണെങ്കിലും എല്ലാം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും സിനിമ സംവിധായകനായ കാലത്താണെങ്കിലും ഒക്കെ ഞാൻ ഇതിലൂടെ ക്യാമറയായിട്ട് സഞ്ചരിച്ച ആർട്ടിസ്റ്റാണ്. അപ്പോഴൊക്കെ പലപ്പോഴും പല നാടുകളിലും നടന്ന് കേരളത്തിലെ ചില ജില്ലകളിലൊക്കെ സഞ്ചരിച്ച് വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ എൻ്റെ കോഴിക്കോട് ഇങ്ങനെ ഒരു വളർച്ചയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ നടന്ന വഴികളും ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ചകളല്ലാതെ പുതിയ കാഴ്ചകൾ കോഴിക്കോട്ടിന് കിട്ടുന്നില്ലല്ലോ. ആകെ ഒരു സന്തോഷം തോന്നുക ആ കടപ്പുറത്ത് പോയിരിക്കുമ്പോൾ മാത്രമാണ്. അത് പിന്നെ അവർക്കാർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എൻ്റെ സങ്കടം ഞാൻ പല പൊളിറ്റീഷ്യൻസായിട്ടും എനിക്കിവിടെ കോഴിക്കോട് എല്ലാവരും സുഹൃത്തുക്കളാണ്. എനിക്കാരോ ശത്രുതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ശത്രുക്കളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പല ഫംഗ്ഷനും ഞാനിവിടെ കോഴിക്കോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സാമൂഹിക പ്രശ്നത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുന്ന മനുഷ്യനാണ്. ഞാൻ ഫേസ്ബുക്കിലൂടെ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നൊരു മനുഷ്യനല്ല. പോകുന്നു, പബ്ലിക്കായിട്ട് പോകുന്നു, അവർ വിളിക്കുന്ന സ്ഥലത്ത് പോകുന്നു, വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന കക്ഷിയാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനെയൊക്കെ എത്ര കാലമായിട്ട് ഓരോരുത്തർ ഭരിച്ചു പോകുന്നു, ഇതെന്താ നമ്മുടെ കോഴിക്കോടിന് മാത്രം ഇങ്ങനെയൊരു ശാപം. പിന്നെ എന്നെ വല്ലാണ്ട് അലട്ടുകയും 40-45 കൊല്ലമായിട്ട് ഓരോ ആൾക്കാർ തന്നെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കുറ്റം പറയുന്നില്ല ഞാൻ. പക്ഷേ ഏത് പൊളിറ്റീഷ്യൻ വരുമ്പോഴും ഏത് പാർട്ടി വരുമ്പോഴും ഒരു കാഴ്ചപ്പാട് വേണം. വികസനത്തിൻ്റെ കാഴ്ചപ്പാടും ജനങ്ങളുടെ നന്മയായിരിക്കണം അവരുടെ ലക്ഷ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ വിചാരിക്കും, എന്നാണ് ഇതിനൊരു മാറ്റം വരിക, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. വേഷം എന്ന് പറഞ്ഞ സിനിമയിലൂടെയൊക്കെ ഞാൻ ആ പാളയം മാർക്കറ്റിനെ കുറിച്ചൊക്കെ കുറേ സംസാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ കുടുംബശ്രീക്കാരുടെ കഥ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദാരിദ്ര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും സിനിമയിലൂടെ ഇതൊന്നും പറഞ്ഞാൽ അവരത് എൻ്റർടൈൻ ചെയ്ത് വിടുന്നല്ലാണ്ട് മാറ്റങ്ങൾ വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന അടുത്ത സിനിമേൻ്റെ അടുത്ത പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷനൊക്കെ ആയിട്ടിരുന്ന് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ ചില പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിച്ച പ്രോജക്റ്റുകളൊക്കെ അങ്ങോട്ട് മാറിപ്പോകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ രാഘവട്ടൻ MP രാഘവട്ടൻ എൻ്റെ സുഹൃത്താണ്. പിന്നെ DCC പ്രസിഡൻറ്റ് പ്രവീണും എൻ്റെ സുഹൃത്താണ്. അത് എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ. കാരണം DCC ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഏരി പഠിക്കുന്ന കാലത്ത്, ആർട്സ് പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ KSUവിലെ സജീവ പ്രവർത്തകനായിരുന്നു. എന്നാൽ കൊടി പിടിച്ച് ഓടി പോകുന്ന എനിക്ക് ആ ജനാധിപത്യ സംവിധാനമുള്ള ആ പാർട്ടിയോട് എനിക്ക് പണ്ട് എൻ്റെ അച്ഛൻ അതുപോലത്തെ നല്ലൊരു കോൺഗ്രസിൻ്റെ